ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടെസ്റ്റിംഗ് ഗെയിം. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോണത് വേറെ ഒരു ഗെയിം അല്ല, കളിക്കാൻ പോണത് റോൾ ബോക്സിന് ഡിഗ് ബാക്ക് പട്ട പുളിക്കാച്ച് ഗെയിം ആയിട്ടാണ് കളിക്കാൻ തന്നെ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കൊടുക്കാം. എല്ലാവരും മുമ്പ് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ തൊട്ടിടുന്ന ബെല്ലൈക്ക് ഇടിച്ചിടിച്ച് പൊളിച്ച് സ്ക്രീൻ പൊട്ടിക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോക്ക് പോവാം. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ഏരിയ, ഇതാണ് നമ്മൾ കുഴിക്കേണ്ട പോയിന്റ്. കണ്ടോ, ഇതാണ് നമ്മൾ കുഴിച്ച് സെറ്റാക്കേണ്ട പോയിന്റ്. നമുക്ക് ആദ്യം തന്നെ ഒരു റൗണ്ട് ആക്കാം. യെസ്, അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യേണ്ടതാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. റോഡ് ടു 100 ലൈക്കാണ്. 3 ഡൈനാമിറ്റ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഡു യു ഡിഡിൻ ലൈക്ക് ദ ഗെയിം ആൻഡ് ജോയിൻ. ഓ എൻ്റെ ലോകത്ത് കുലശ്രീ നീ പ്രേമത്തെ മുന്നമ്പിൽ നീ. നമുക്കിവിടെ കേക്ക് കഴിക്കാം. ഗൈസ് നമുക്ക് സെല്ലുര ഗൈസ് നമുക്കിവിടെ എന്തെങ്കിലും മേടിക്കാൻ പറ്റില്ല. ഗൈസ് നമുക്ക് ഒരു ഇട്ടിട്ടുള്ളൂ, അതിനൊന്നും മേടിക്കാൻ പറ്റില്ല. ഡേ 1 ഗൈസ് ഡോണ്ട് ടച്ച്. തൊടാൻ പറ്റില്ല ഗൈസ്. നമുക്കിപ്പേ ഡൈനാമിറ്റ് 100 കൊടുത്ത് അങ്ങനെയാണ് മേടിക്കാൻ പറ്റുക. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഗൈസ് 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 നമുക്ക് കുത്തി പൊളിക്കാം. വാടാ ബിബി കുത്ര 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 കുത്ര. ലോകത്ത് കുലശ്രീ നീ പ്രേമത്തെ മുന്നമ്പിൽ. അയ്യോ, മാനത്തെ കുത്തി പൊളിക്കുന്നു. ഇതിൽ പോലീസുകാർ വരാവോ നമ്മുടെ ഒറിജിനൽ പോലെ? അയ്യോ നമ്മുടെ സ്ക്രീൻ റെഡ് ആവുന്നുണ്ട്, നമുക്ക് എനർജി ഇല്ല. അല്ല യാ മൊയ്തീൻ അവലോസ് അവലോസ് വെള്ളത്തിലും മൈസൂർ പായം കുപ്പായം തേച്ചിട്ട് അതുമാതിരി കെട്ടുകഴിഞ്ഞ് അവലോസ് വെള്ളം മൈമോതിരിങ്ങളെ. ഇതെന്താ റൂം? ഡോർ ഇസ് ലോക്ക്ഡ്. ഓക്കെ, നല്ലായിരുന്നു കേസ്. ഒന്ന് കല്ലൊക്കെ എടുക്കാം. കല്ല് മാത്രമേ കിട്ടുന്നുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് ഇവിടെ ഒന്ന് ക്ലിയർ ചെയ്ത് കേട്ടാ, എന്നിട്ട് റൗണ്ടാ. ഇതിപ്പോൾ ഒരു ഷേപ്പില്ലാത്ത രീതിയിലാണ് കേസ് ഇരിക്കണേ. എനിക്ക് എനർജി ഇത് എന്താണ് മച്ചു ഇങ്ങനെ എനർജി ഇല്ലാണ്ട്? ഹൈ ഇവനേതാ ഒരു എനർജി ഇല്ലാത്ത? ഹൈ, നിങ്ങൾക്ക് എനർജി ഉള്ളത് നിങ്ങൾ ലൈക്ക് അടിച്ച് പൊളിക്കാട്ടോ. നിങ്ങൾക്ക് എനർജി ഉണ്ടെങ്കിൽ ഇവൻ്റെ പോലെ നിങ്ങൾ ഒരിക്കലും ആവരുത് കേട്ടോ. ഇവൻ എനർജി ഇല്ലാത്തൊരു വാഴയാണ്. വാഴ, ഹൈ, ഒടിഞ്ഞു കിടക്കണ വാഴ, ശിങ്കടി. ലോകത്തെ കുലസ്ത്രീ നീ പ്രേമത്തെ മുന്നമ്പിൽ. അതിനുണ്ട് എൻ്റെ പാട്ട് സീനല്ലേ? അമ്മല്ലോ വല്ലോ വല്ലോ അമ്മ പ്രേമത്തെ മുന്നമ്പിൽ. ചാവണറിയാൻ പറ്റും തേങ്ങ. കേക്ക് തീർന്നവൻ എന്ത് ചെയ്യും? എനിക്ക് 17 രൂപ കിട്ടി. 17 രൂപയ്ക്ക് ഷവലിൻ്റെ ഇൻക്രീസ് ചെയ്തു. അതുപോലെ ഷവൽ ഇൻക്രീസ് ചെയ്തു. എനിക്ക് കുറേ ഇത് കിട്ടുന്നുണ്ട് കേട്ടോ ഗൈസ്. കുറേ കല്ല് കിട്ടുന്നുണ്ട്. നമുക്ക് കല്ലൊക്കെ കൊണ്ട് വിൽക്കാൻ പറ്റും. ഇൻവെൻട്രി ഫുള്ളാ. ഇൻവെൻട്രി ഫുള്ളായി ഗൈസ്, നമുക്കതുകൊണ്ട് വിൽക്കാം. ലോകത്ത് കുലശ്രീ നീ പ്രേമത്തെ മുന്നമ്പിൽ. ഗൈസ് നമ്മൾ പെട്ടു.
എന്താണ് ഗൈസ് എനിക്ക് ജെറ്റ് പാക്കൊക്കെ ഗൈസ് ഇത്ര മീറ്റർ അടുത്ത് എന്തോ കിടക്കുന്നുണ്ട് ഗൈസ്. കുടിക്ക് വേഗം കുടിക്ക് ഫൈൻ്റെ ലൂട്ട്. ഇതെന്തിനാടാ എനിക്ക് സ്റ്റെപ്പ് പോലെ ആക്കാം ഗൈസ്. അതാകുമ്പോൾ കുഴിച്ച് സെറ്റ് ചെയ്യാം ഗൈസ്. നമ്മളെങ്ങനെ മേളിലോട്ട് പോവും? എങ്ങനെ നമ്മൾ മേലോട്ട് പോയി? അയ്യോ പുള്ളി പോയി വണ്ടർഫുള്ളായി. കയറി യെസ് കയറി 9. നമ്മുടെ കേക്ക് ഫില്ലായിട്ട കേസ്. $12 നമുക്ക് ഇതിൽ മേടിക്കാൻ പറ്റുമോ? ഓഫ് ഒന്നും അടിക്കാൻ പറ്റില്ല കേസ്. ഓടിച്ചില്ലേ എടാ ഗൊമ്മാലെ. എടാ ജ്യൂസ് എടാ ലൈക്ക് ഉണ്ടാ? ഞാൻ ലൈക്ക് കട വന്ന് ലൈക്കില്ലാണ്ടിരിക്കും. എന്നാൽ 2 ലൈക്ക്. എടാ ഗൊമ്മാലെ. പ്ലിം. ചേട്ടാ ഡൈനാമൈറ്റ് ഉണ്ടോ? പിന്നെ ഡൈനാമൈറ്റ് കടയിൽ വന്നിട്ട് ഡൈനാമൈറ്റില്ലാണ്ടിരിക്കും. ഇവിടെ വെട്ടി നമുക്ക് സ്റ്റെപ്പ് പോലെ ആക്കാം. നമുക്ക് ഓടിച്ചെല്ലാം. $10 $22. കഴിക്ക് വെഞ്ചല് അമ്മല്ലാവത്തുക്കുയ സ്ട്രീം നീ പ്രേമത്തു മുന്നമ്പിൽ. ഇതൊന്നും തല വേനെടുക്കുന്നത് ഒന്നും മനസ്സിലാവണില്ലല്ലോ. ഇത് കൊളോ പ്രേമത്ത് ഡൈനാമൈറ്റ് ഞാൻ പറ്റാവും ഗൈസ്. ഇത് എങ്ങനെയുണ്ട് മേലോട്ട് പോണേ? അയ്യോ പെട്ടു ഗൈസ്. അയ്യോ കണ്ണ് കാണില്ലേ ഗൈസ്. ഓഫ് തേങ്ങ നമുക്ക്. അയ്യോ പച്ചാവും സോമൻകുട്ടി വിട്ടോടാ മോനെ. റിച്ച് പീപ്പിൾ. ഒന്ന് മോനെ നമുക്ക് ഡൈനാമൈറ്റ് വയ്ക്കാട്ടാ. ആയിട്ട് കുലശ്രീ നമുക്ക് ഇച്ചിരി വലുതാക്കാം. അതാവുമ്പോ നമുക്ക് ഇറങ്ങാനും കേറാനൊക്കെ എളുപ്പ. ഇങ്ങനെ വലുതാക്കി സെറ്റ് ചെയ്യുക. അതാകുമ്പോ നമ്മളെ ബുദ്ധിമുട്ടുണ്ടല്ലോ. ഏത് ഇവിടെ ഫുഡ് മോനെ $19 സെറ്റ്. ലോകത്ത് ഗൈസ് അയ്യോ ഗൈസ് നമുക്ക് ഇനി എന്ത് ചെയ്യണം? നമുക്ക് 2 ഡൈനാമൈറ്റ് എടുക്കുക. അയ്യോ സോമൻകുട്ടി വെട്ടൂടാ. ബോംബ് പൊട്ടിയ മിഠായി കിട്ടിയില്ല കുറെ.
ഗൈസ്. അമലോകത്ത് കുലശ്രീ പ്രേമത്തെ മുന്നമ്പിൽ മോൻ 66. അല്ല ഫുള്ള് ചെയ്ത് നമ്മള് ഓക്കെ ഫില്ല് ചെയ്തു ഗൈസ്. നമുക്കിനി ഇവിടെ ഒരു 5 നമുക്ക് ഇവിടെ ഇങ്ങനെ ഫുള്ള് വെട്ടി 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 കുഴി ഇതൊക്കെ ഒന്ന് വലുതാക്കട്ടെ. തടസ്സം നിൽക്കുന്നൊക്കെ വെട്ടിക്കളയാം. കേസ് നമുക്ക് ഒരു ഡൈനാമൈറ്റ് എടുത്തിട്ട് വരാം. കിട്ടുമോ നോക്കട്ടെ കേട്ടോ, ഒരു മിനിറ്റ്. മോനെ ഡൈനാമൈറ്റ് പോയിട്ടൊരു തേങ്ങയുടെ മൂടും ഇല്ല അതിൻ്റെ ഒന്നും നമുക്ക് കിട്ടണില്ല. ഇൻവെൻറ്ററി ഫുള്ളായി. ഓടിപ്പോടാ കുട്ടിച്ചാത്താ. ഓക്കേ 32 ബാക്ക് പാക്ക് നമ്പർ കൊടുക്കണം. സാരില്ല, നമുക്ക് ചെയ്യാം. നോ പ്രോബ്ലം ഗൈസ്. നമുക്ക് ഒരു സീനില്ല. നമുക്ക് എന്ത് നമുക്ക് ഇപ്പുറത്തെ ഇതൊന്ന് വെട്ടട്ടെ. ഒരു മിനിറ്റ്. ഇവിടെയൊക്കെ ഏതായാലും ഞാൻ വെച്ച് ഇതിലൊക്കെ പോലീസിന് പറ്റില്ല, അതുകൊണ്ട് സീനില്ല. ഇത് ഇടയ്ക്കിടയ്ക്ക് ഫില്ല കാരണം ട്രാംബലീനിലൊക്കെ ട്രാംബലീനിൽ അതൊക്കെ ചെയ്യണ പോലെ നല്ല രസമില്ലേ. ഈ 23 ഉലിവയ്ക്കാണ് ഞാൻ ഇപ്പോൾ അവിടെ നിന്ന് പൊന്തി വന്നേ. ഇവിടെയും കല്ലാണല്ലോ. ഇവിടെ ഒക്കെ കല്ലാണല്ലോ. മൂന്നാമത്തെ ദിവസമായിട്ടാ. ദിവസം 1 AM പുലർച്ചെ 1 മണി. അമലോകത്ത് കുലശ്രീ നീ പ്രേമത്തെ മുന്നമ്പിൽ. ഇവിടുന്ന് ഒരു തേങ്ങ കിട്ടണില്ല. കുറെ കല്ല് കിട്ടുന്നുണ്ട്, അല്ലാണ്ട് ഇതൊന്നും കിട്ടണില്ല. പിന്നെ എവിടെ നമുക്ക് വിളിക്കണ്ടയ്യോ, ഞാൻ എന്തിനാ അങ്ങോട്ട് പോയാ? ഇതൊന്നും മനസ്സിലാവണില്ല. അയ്യോ നമ്മൾ ഇൻവെൻറ്ററി ഫുള്ളായിട്ട് വെറുതെ അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ ഇതൊക്കെ പോവും. അയ്യോ എന്നിട്ട് ഇല്ല, തുറക്കാൻ പറ്റില്ല. VIP പട്ടിക്കൂടാ. അപ്പം ഇതിൽ സമയം കുറേ ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മോനെ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും.
സംതിങ് ടു എനർജി ബാക്ക് പാക്ക് വെക്കാം. പൊന്നടാവേ ഓക്കം നിറഞ്ഞ് വീണ്ടും വീണ്ടും ഇങ്ങോട്ട് വരണം ഒക്കെ സെല്ല് ചെയ്യാൻ. അതിന് വരെ നമുക്ക് നൈസായിട്ട് ഡീപ്പ് അടുത്ത കുഴി. സോമ വിട്ടോടാ. വീണ്ടും കുഴി. അയ്യോ അയ്യോ ഇത് സ്ഥലം സ്വർഗോ. നമുക്കിപ്പോ ഇവിടെ കുഴിക്കണം. ഗൈസ്, അല്ലെങ്കിൽ അമല തുക്കുല ശ്രീ പ്രേമത്ത് മുന്നമ്പിൽ പെട്ടുപോകും. കേക്കൊന്നില്ലേ? ഓ തേങ്ങ തിന്നിട്ടാ കുഴിച്ചാ ഈ നിധി കിട്ടും. അടിപൊളി, സൂപ്പർ. നമുക്ക് ഇവിടെ ഒന്ന് കുഴിക്കട്ടെ ഗൈസ്. നമുക്കൊന്ന് കുഴിച്ചും ഇവിടെ നിന്നൊക്കെ ഒന്ന് കുഴിച്ച് സെറ്റാക്കിയിട്ട് ഒത്തിരി വലിയ കുഴിയാക്കി കഴിഞ്ഞാൽ നമുക്ക് മേലോട്ട് പൊന്തി വരെ എളുപ്പമായിരിക്കും. അവലാക്കിയിട്ട് വേണം കേട്ടോ. ഗ്യാസ് നമ്മൾ ഇത്രയും വലിയ ഓക്കെ ഇത്രയും വണ്ടം കുഴിയാക്കി ഗൈസ് നമ്മളിത്. അപ്പോൾ കോടിയുടെ ഉള്ളിൽ കയറിപ്പോയാണ് ഗൈസ്. ഇത്രയും വണ്ടം കുഴിയാക്കി നമുക്ക് പോയിട്ട് തിന്നാം. ഓക്കേ, മുപ്പരേ ഉള്ളൂ. മുപ്പരിക്ക് എന്തെങ്കിലും ഒന്നുമില്ല. മുപ്പരിക്ക് ഒന്നുമില്ല. ഒക്കെ 50 സാധനങ്ങളാ ഒക്കെ. സോ ജമ്പ ഇവിടെ ഒന്നുമില്ല. കുറേ കല്ലും കഷ്ണം. ഓക്കെ, ബോൺ കിട്ടി. ബോൺ ഗൈസ്, ബോൺ കിട്ടി. ഇവിടെ ആരെ കുഴിച്ചിട്ട സ്ഥലാ എന്നിട്ടാണ് ഗൈസ്. അടുത്ത സ്ഥലം മോനെ എന്നിട്ടാ ഫൈൻഡ് ചെക്ക് പോയിന്റ്. ഗൈസ് ബിഗ് ഡീപ്പ് ടു ഫൈൻഡ് ദ ട്രഷർ. ഗൈസ് നമ്മൾ വലിയ സ്ഥലത്തെത്തി മോനെ. ഗൈസ് നമുക്ക് ഇനി മേളോട്ടേക്ക് പോകണമെങ്കിൽ സാധനം വേണ്ടത്. ഇവിടെ നമ്മൾ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ വലിയ മൈനിലേക്ക് പോവും. സെറ്റ്, നമുക്കിനി അവിടെ പോവാം മോനെ. ഇത് വണ്ടം വലുത് ഗൈസ്. വേറെ സ്ഥലം ഗൈസ്, നമ്മുടെ കൂട്ടുകാരന്മാരുണ്ടാക്കിയ സ്ഥലം മോനെ. സീൻ ഓടം മോനെ. കുറേ കോള്. ഗൈസ് ഇത് വള്ളിയാവും. ഇതെന്താ നമ്മളെവിടെയാണ് ഗൈസ് കുഴിക്കണ്ടേ? ഇതാണോ ഇവിടെ നമ്മൾ കുഴിക്കണ്ടേ? കൊന്നു ഒരു പൊട്ടനുണ്ട്. ചവട. യെസ്, ചത്തു. അതെ നമുക്ക് മരം നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് നമ്മളിത് കുറച്ച് കഴിച്ചിട്ട് വരാം, അല്ലെങ്കിൽ നമ്മൾ ചാവും. സോമൻകുട്ടി വിട്ടോടാ. പക്ഷെ നമുക്ക് ഇച്ചിരി കാശ് കിട്ടിയെന്ന് തോന്നുന്നു ഗൈസ്. തിന്നിട്ട് നോക്കട്ടെ എത്ര. ഈടാ ബൊമ്മാല 52 രൂപ കിട്ടി. 52 രൂപയ്ക്ക് എൻ്റെ അച്ഛനൊരു കാവാടി കൊണ്ട് മേടിച്ചു കൊടുക്കും. ഒരു തേങ്ങ കിട്ടില്ല 52 രൂപയ്ക്ക്. വെറുതെ ആളെ പറ്റിക്കാൻ. നമുക്ക് നമ്മുടെ മൈനിലേക്ക് പോയി നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ചാടേണ്ട ആവശ്യമില്ല.
സീൻ ബോൺ അല്ലേ ഇതൊക്കെ എനിക്കെന്തിനായാല നമുക്ക് നമ്മളെ മറ്റേ സാധനം എടുക്കാൻ പറ്റുമോ? ബോംബ് കിട്ടിയ 5 ബോംബ് അമ്പോ ഇവിടെ ഇട്. എൻ്റെ പൊന്നടാവേ പേടിച്ചു പോയി ഞാൻ. എൻ്റെ വീണ്ടും ഇവരൊക്കെ വീണ്ടും പുനർജന്മം എനിക്കാണോ? വീണ്ടും സ്ഥലം വേറെ സ്ഥലം മോനെ വേറെ സ്ഥലം. ഒരു മിനിറ്റ് വഴി തെറ്റിയിട്ടാ. ഒരു മിനിറ്റ് ഇവരൊന്നും എടുക്കാൻ പറ്റില്ല. അതല്ല വേറെ സ്ഥലം പൊളി മൊയ്തീൻ വേറെ സ്ഥലം കിട്ടി ഗൈസ്. ദേ നമ്മൾ പൈസക്കാര് നമ്മുടെ കൂട്ടുകാരന്മാർ തുറങ്ങുണ്ടാക്കിയ വഴിയാണ് അതൊക്കെ. വർഷങ്ങൾക്ക് മുമ്പ് മൂടിപ്പോയതാണ് ഗൈസ്. അപ്പോൾ ഇവിടെ ഒരു സ്ഥലം ഉണ്ട് കേട്ടോ. അങ്ങോട്ട് കുറച്ച് ഭക്ഷണം കഴിക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ ചത്തും ഗൈസ്. ഇവിടെ പോണൊക്കെ സീൻ ഗൈസ്. പോവാൻ പറ്റുന്നില്ലേ? പോവാൻ പറ്റുന്നുണ്ട് ഗൈസ്. എന്തൊരു മണ്ടനാ. ഓടിച്ചില്ലടാ ഗൈസ്. എന്തൊക്കെ കിട്ടി ഗൈസ്. 100 രൂപ സീൻ. നമുക്ക് സെറ്റായി മോനെ. നമുക്ക് ആദ്യം തന്നെ ഒരു ഇത് മേടിക്കാം. പിന്നൊരു പനുണ്ട്. എനർജി മേടിക്കണോ ജെറ്റ് പാക്ക് മേടിക്കാം? ജെറ്റ് പാക്കിൻ്റെ ആവശ്യമില്ല. എനർജി ഇല്ല, കുഴപ്പമില്ല ഗൈസ്. നമ്മളെ ഷവല് സെറ്റ് ചെയ്യും ഗൈസ്. കിണ്ണ ശവലാക്കി ഗൈസ്. വലിയ കുഴി പിടിക്കാൻ പറ്റും. അയ്യോ ഇവ നമുക്ക് ബോണൊക്കെ കിടക്കുന്നുണ്ടല്ലോ. അയ്യൺ മോനെ അയ്യൺ. നമുക്കിതൊക്കെ എടുത്തോണ്ട് പോട്ടാ ഗൈസ്. ഇത് കൊറേ. അയ്യോ എന്നിട്ടാ ഇതികൊണ്ട് തുരങ്കം ചേരുക നമ്മള്. ഇതല്ല നമ്മുടെ ഗുഹ. ഇതിനു മുമ്പ് ഇവിടെ ആരും താമസിച്ചെന്ന് തോന്നുന്നു. നമ്മൾ നേരത്തെ ഉണ്ടായ ഗുഹ എവിടെയാവോ? നേരത്തെ നമ്മളൊരു സോംബിനെ കൊന്നിട്ട് ഒരു ഇവനവിടെ കിടക്കണ പെട്ടെന്ന് മനസ്സിലാവുന്നൊരു ഡൗട്ട്. ഇനി ഇവിടെ എന്തുറ്റാ? എന്തുട്ടപ്പം നമ്മൾ കുഴിക്കണ്ടേ? ഇവിടെ ഒന്നുമില്ല. ഇവിടെ വെറുതെ ഇൻവെന്ററി ഫുള്ളായി ഗൈസ്. നമുക്ക് അയൺ എത്ര കിട്ടും നോക്കട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് അടുത്ത അയൺ പറിക്കാൻ പോവാം. അയൺ എത്ര കിട്ടും നോക്കാം, എന്നിട്ട് അടുത്ത അയൺ എടുക്കാൻ പോവാം. ഇവിടെ മോനെ അയണ് 100 രൂപ. 5 അയണ് 100 രൂപ. പൊളി സാധനം. എനർജി കൂട്ടി മോനെ, സീനാക്കി. യെസ്
നമുക്ക് ഇവിടെ കുഴിക്കണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നമുക്കിപ്പോൾ തൽക്കാലം ഇവിടെ കുഴിച്ച് പോകാം ഗൈസ്. എല്ലാം കിടക്കണില്ല. ഇപ്പോൾ ഡൈനോസറിൻ്റെ പണ്ടത്തെ ഡൈനോസറിൻ്റെ എല്ലാം ഇരിക്കും കിടക്കണ്ടാവുക. ഇത്തിരി വെളിച്ചം കണ്ട, അതാണ് നമ്മളോട് വന്നേ. മോനെ ഇങ്ങനെയൊക്കെ ശരിക്കും നമ്മൾ പൈസക്കാരന്മാരായാണ്. ഗൈസ് ഇതേ സ്ഥലം. ഗൈസ് നമ്മൾ വേറെ സ്ഥലത്തേക്ക് എത്തി. വേറെ മണ്ണിലെത്തി ഗൈസ്. പക്ഷെ നമ്മൾ എനർജി കഴിഞ്ഞു. അയ്യോ, നമ്മുടെ എനർജി കഴിഞ്ഞു ഗൈസ്. ഇതാണ് പ്രശ്നം. ഈ എനർജി ഇല്ലെങ്കിൽ നമുക്ക് സെറ്റായത്. കുഴിച്ച് എത്ര വെള്ളം കുഴിച്ച് വരുന്നു, എന്നാലും ഗെയിമിൻ്റെ രസം ഉണ്ടാവില്ല. എന്തേലും ഒന്നുമില്ല, ഒക്കെ 100 വെള്ള. നമുക്ക് ഇങ്ങനെ ചാടിപ്പോലെ സുഖം. ഇതിൻ്റെ അടിയിൽ നിന്നിട്ടുണ്ട് കേട്ടോ. വേസ് വെള്ളം കണ്ടു നമ്മൾ. വേസ് എന്തോ നമ്മൾ കണ്ടു. വേസ് സോംബിയുടെ കൊച്ച പോലെ തോന്നണം. സോംബിയുടെ ഒച്ച നിങ്ങൾ കേൾക്കുന്നോ? ഞാനും ഒന്ന് ചെറുതായി കേൾക്കുന്നു സോംബിയുടെ ഒച്ചയൊക്കെ. അത് സോംബി എന്നായിരിക്കില്ല, അത് നമുക്ക് തോന്നി. ഇതായിരിക്കും. ഇതും ഈ സാധനമായിരുന്നു. ഇവിടെ ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്യാം, അല്ലെങ്കിൽ നമ്മളിനി പോകുമ്പോൾ പെട്ടുപോകുൻ്റെ ഇടയിൽ. ഓഫ്, ഈ എനർജി വൃത്തികെട്ട സാധനം കേട്ടോ പറഞ്ഞ. എന്തൊരു സീനാന്നറിയാം എനർജി. അയ്യോ, വീണ്ടും ഇടയിൽ പോയി. ഈ എനർജി ഒരു വൃത്തികെട്ട സാധനം കേട്ടോ. ശല്യമൊന്നുമില്ലേ, വെറുതെ വന്നു പ്രാന്ത്. രസരസമണ്ണായി പുതിയെല്ലാം സോമ്പിയുടെ ഒച്ച കേൾക്കണില്ല, ഞാൻ കേൾക്കണ്ടേ. സ്മേലൊന്നും കാണുന്നില്ല. അമ്മ കുഴിച്ചന്നെ പോവാണ്. ഇവിടെ തന്നെയാണ് കുഴിക്കേണ്ടത്, ഇനി വേറെ എവിടെയാണ് കുഴിക്കേണ്ടതെന്ന് ഒരു കിട്ടിയില്ല. നൈസായിട്ട് കുഴിച്ച് പോവാണ്. അല്ലാ, സോംബി കൊല്ലടാ. അല്ല മുത്തേ. അയ്യോ ഗൈസ്, വേറെ സ്ഥലം. അയ്യോ പച്ചത്താനെ ഗൈസ്, ഈ സാധനത്തൊന്നും പെടരുതിട്ടേനി. അമ്മേ, നമ്മൾ ശ്രദ്ധിക്കണം. ഇതിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ പെട്ടത് തന്നെയാണ്. എന്നിട്ടാവും കിണ്ണ സ്ഥലം. മോനവിടെ നിറച്ചയൻ. മോനെ നമ്മൾ പൈസക്കാര് സെറ്റ്. ഓഫ്, തേങ്ങേൻ്റെ മോനെ. ഇൻവെന്ററി ഫുള്ളായ കേസ്. നമ്മൾ റിച്ച്. ഓ മോനെ, 100. യെസ്, 361 രൂപ. ജെറ്റ് പാക്ക് ആവശ്യമില്ല. പാക്ക് പറഞ്ഞിരിക്കാം, ഷവൽ പറഞ്ഞിരിക്കട്ടെ. ഓക്കെ,
പോളിഷ് ആവലാക്കി ഗൈസ്. നമുക്ക് നേരെ പോവാം. മോനെ കുറച്ച് അയണൊക്കെ എടുക്കാം. മറ്റേ ലാവയിലേക്ക് വീണ്ട് നോക്കിയാൽ മതി ഗൈസ്. ഇത് എന്നിട്ട് തന്നെ അതെന്താവോ ഗൈസ്. റിച്ച് ഗൈസ്. ഇത് എന്നിട്ടോ ഗൈസ് എന്തോ സാധനം കിട്ടിയിട്ടുണ്ട്. എന്തോ ഒരു അമറ്റിക്സോ അങ്ങനെ എന്തോ ഒരു സാധനം. അയ്യോ സാധനം കിട്ടി ഗൈസ്. മോനെ പൈസ പൈസ വാരി കളിക്കും നമ്മൾ. കോളിൻ്റെ ആവശ്യം പോലില്ല നമുക്ക്. അയ്യോ വീണ്ടും പോയി കൊടുക്കാം. മോനെ നമ്മൾ ഇന്ന് പൈസ നമുക്ക് വേറെ എന്തോ ഒരു എമറ്റിക്സോ അങ്ങനെ എന്തോ ഒരു സാധനം കിട്ടിയിട്ട് നോക്കട്ടെ കേട്ടോ ഗൈസ്. എന്താണ് 1x എമത്തിയസ്റ്റ്. അയ്യേ അതിന് 75 റുപ്യുള്ളൂ. 12,240 457 രൂപയായി. സെറ്റ് ബാക്ക് പാക്ക് 26 വൃത്തിയേട് തന്നെ തേങ്ങ. ഗൈസ് നമുക്കില്ലേ അയ്യ ഇവിടെ നിന്ന് ഉള്ളതൊക്കെ വാരി കൊണ്ട് പോവാം. ബോണൊന്നും ആവശ്യമില്ല. ഇപ്പം അയണ് ഇന്നില്ലേ ഉണ്ട് ഒരെണ്ണുള്ളൂ ഗൈസ്. ഈ സാധനം കിട്ടി. പൈസ ഗൈസ് ഇതിൻ്റെ ഉള്ളിലൊക്കെ വീടാൻ കഴിഞ്ഞു നമ്മൾ. അതോടെ പണി കഴിഞ്ഞു ഗൈസ്. നമുക്കിവിടെ കുഴിക്കാം. നമ്മളിവിടെയാണ് കുഴിക്കേണ്ടത്. കുഴിച്ച് മണ്ണടി ഞാൻ അരിച്ച് കുടിച്ച് ഗൈസ്. നമുക്കൊരു അഞ്ച് ഈ മഞ്ഞ തരേണ്ടൊക്കെ ആദ്യം കുടിച്ച് നമ്മൾ റെഡിയാക്കണം. എന്നാലും നമുക്ക് വീണ്ടും അയ്യോ അരിമീൻ പൊരിച്ചതുണ്ട്. അയില ഇട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. 270 ഒന്നുമില്ല എനിക്ക് മനസ്സിലായത്. നമുക്ക് പോയിട്ട് നേരെ പോയിട്ട് മറ്റേ സാധനങ്ങളൊക്കെ എടുക്കാം. നമുക്ക് ഈ മഞ്ഞ സാധനമൊക്കെ ആദ്യം കുഴിക്കണം. അതാണ് അവർ പറയണത്. ഈ മഞ്ഞ സാധനമൊക്കെ നമ്മൾ കുഴിച്ച് റെഡിയാക്കണം. എന്നാലേ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനേ പറ്റുള്ളൂ. എന്തൊക്കെ ഒരൊറ്റ കുഴിച്ചിട്ട് കിട്ട് ഇങ്ങോട്ട് പോകും. അതൊരു പൊടി സ്വഭാവം കാണിക്കാം. ഇവിടെ ഒരു കുഴി ഉണ്ടാക്കാം. നമ്മൾ പെട്ടെന്ന് രണ്ടാൾക്കുള്ള ദൂരെ വെയിറ്റ് ചെയ്യട്ടെ. ഇങ്ങനെ ചെയ്യാം ഗൈസ്. ഇതാണ് എളുപ്പം. ഏറ്റവും എളുപ്പം ഇതാ. ഇവിടെ വന്നിട്ട് ഒരാൾക്കൂടി തുളച്ചാതില്ലേ. ഗൈസ് വേറെ സ്ഥലമാണോ? അല്ലല്ലേ കോളാണ്. ഇയാളെ 279 ഒന്നുമില്ല ഗൈസ്. നമുക്ക് പോയിട്ട് ഒന്നുകൂടി കുഴിക്കാം. എന്നിട്ടാ ഗൈസ് ഇതെന്തൊരു വെള്ള മഞ്ഞാ ഗൈസ്. നമ്മൾ മഞ്ഞിലെത്തി. ഇവിടെ ഒക്കെ ഒന്ന് കുഴിച്ചില്ലെങ്കിൽ നമുക്കിനി പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല. അത് വേറെ കേസ്. ഇവൻ്റെ ഹോള് വലുതാക്കിയില്ലേ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. പിന്നെ ഒടിക്കേസാവും. പിന്നെ എടാ ഒടിയാ. വേറെ വിറ്റുണ്ട്. എന്നിട്ട് അറിയാം വെള്ളം എന്നാലേ നമ്മൾ കുഴിച്ച നമ്മൾ ചാവളം നമുക്കറിയില്ല. അയ്യോ കൊല്ലമുട്ടേ. അതാണ് വേറൊരു ഡിസൈൻ.
നമ്മൾ വില എന്നാലേ നമ്മൾ ബ്ലാക്ക് ഔട്ടാണത് അറിയില്ല. കണ്ടോ ഇപ്പം ചെറിയ ബ്ലാക്ക് ഉണ്ടോ? ബ്ലാക്ക് ഔട്ടാണ് നമ്മൾ അറിയില്ല. അവലോസ് വെള്ളത്തിൽ മൈസൂർ പായി കുപ്പായി തേച്ചിട്ട് അങ്കവാടി പെട്ട് കഴിച്ച് അവലോസ് വെള്ളമായി മോദ്യങ്ങളെ. എന്നിട്ട് ബോണായി കടന്നുകൊണ്ട് കുളിച്ചു പോവാണ്. ഇവിടെ വായ വലുതാക്കില്ല, നമുക്ക് ഉള്ളിലേക്ക് കിടക്കാൻ പറ്റില്ല. അത് കാരണം ഇതൊക്കെ ഒന്ന് ഞാൻ ഈ സാധനം വില്ലായിരുന്നു. നല്ലോണം നമ്മൾ ഉള്ളിൽ പോയി തുടങ്ങിയിട്ട് അതുവരെ ഒന്നും നമ്മളൊന്നും കണ്ടിട്ടില്ല. വീണ്ടും ബോണ് കിട്ടി. ബ്ലാക്ക് ഔട്ടേ കളയാൻ പറഞ്ഞില്ലേ, ബ്ലാക്ക് ഔട്ടേ നമുക്ക് അറിയും കൂടി ഇല്ല നമ്മൾ. അയ്യോ സീനായി മോനെ. പെട്ടു മോനെ. സൈഡിൽ പിടിച്ച് നിൽക്കുക. അതുകൊണ്ട് വേറെ ഒരു വഴിയില്ല. ജെറ്റ് പാക്ക് നമുക്ക് കാശ് കിട്ടുന്ന ജെറ്റ് പാക്ക്. അയ്യോ കയറി മോനെ. എന്താ അറിയോ, നീ പെട്ടുപോകും ഗൈസ്. നമ്മൾ നല്ല ബ്ലാക്കായി ടെസ്റ്റാ, നല്ല ബ്ലാക്കായി. കിളി പൈസ പോരാ, പയം കുഞ്ഞിണ്ടായില്ല. പോടാ, ഞാൻ ജെറ്റ് പാക്ക് ഉള്ളൂ. എനർജി ഇപ്പോൾ വലിയ ഒരു കുഴപ്പമൊന്നുമില്ല. പക്ഷേ ജെറ്റ് പാക്കില്ലെങ്കിലേ പയം കുഞ്ഞില്ല. കുഞ്ഞാല ഒരു രസം ഉണ്ടാവുള്ളൂ. അയ്യോ ഞാൻ ബാക്ക് കീയൊക്കെ മറച്ചു പിടിക്കുന്നു ഗൈസ്. നമുക്ക് ഇവിടെ ഒരു കയറി നിൽക്കാൻ വേണ്ടി ഒരു സോൺ ഏരിയ പോലെ ഉണ്ടാക്കാം ഗൈസ്. ഒടിപൊലി. പെട്ടുപോവോ ഡൗട്ട്. നമ്മളെ പുള്ളിയൊന്ന് പേടിച്ച് തൂറും. ഇത് എത്തണില്ലല്ലോടാ. ഇത് ഫുള്ള് വൈറ്റായ തന്നെ. ഞാൻ